കോഴിക്കോട്ടേക്കാണ്. അവിടെ DMO ഓഫീസിൽ ഇന്നും കസേരകളി തുടരുകയാണ്. നിലവിലെ DMO ഡോക്ടർ N രാജേന്ദ്രനും പുതിയ DMO ആശാദേവിയും ഓഫീസിലെത്തി മണിക്കൂറുകളായി മുഖാമുഖം ഇരിക്കുകയാണ്. കോടതി ഉത്തരവ് തനിക്ക് അനുകൂലമാണ് എന്ന് ഡോക്ടർ ആശാദേവിയും നിയമപരമായി താനാണ് DMO എന്ന് ഡോക്ടർ രാജേന്ദ്രനും പറയുന്നു. ആരാണ് യഥാർത്ഥ DMO എന്നറിയാതെ വട്ടം ചുറ്റുകയാണ് ജീവനക്കാർ. ഭരണസ്തംഭനം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട NGO അസോസിയേഷൻ DMO ഓഫീസിന് മുന്നിൽ പ്രതിഷേധിക്കുകയാണ്. ഇപ്പോൾ ആദ്യം ദൃശ്യങ്ങളിലേക്ക്. ഒരു നിയമ പ്രശ്നമാണോ? എന്താണ് ഇതിലൊരു പ്രശ്നം? എന്താണ് നിലനിൽക്കുന്നത്? എന്തായാലും രണ്ടുപേരും പ്രതികരിക്കുന്നില്ല. പക്ഷേ രണ്ടുപേരും രാവിലെ മുതൽ തന്നെ രണ്ടുപേരും DMOമാരാണ്. രാഹുൽ സുരേഷ് വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. രാഹുൽ, ചില സിനിമകളിൽ നമ്മൾ സമാന കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. അതൊരു ആ ഘട്ടത്തിൽ ഇതിപ്പോഴത്തെ അത്തരം ഒരു കാഴ്ച നമ്മൾ കോഴിക്കോട്ട് കാണുകയാണ്. യഥാർത്ഥത്തിൽ ഒരു ജില്ലയിലെ ആരോഗ്യ പ്രവർത്തനങ്ങൾ ആകെ ഏകോപിപ്പിക്കേണ്ട ഒരു ഓഫീസാണ്. അവിടെ രണ്ട് DMOമാർ മുഖാമുഖം ഇരിക്കുന്നു. ജീവനക്കാർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ജനങ്ങൾ വട്ടം ചുറ്റുന്നുണ്ട്. അവിടെ അവരുടെ ആവശ്യങ്ങൾ നടപ്പാകുന്നില്ല. യഥാർത്ഥത്തിൽ ആരോഗ്യ വകുപ്പിന് ഇടപെടാൻ ഇത്ര ബുദ്ധിമുട്ടാണോ ഈ വിഷയത്തിൽ? എന്തുകൊണ്ടാണ് മുകളിൽ നിന്നൊരു ഇടപെടൽ ഉണ്ടാകാതിരിക്കുന്നത് ഇക്കാര്യത്തിൽ? വിജയകുമാർ, ആരോഗ്യവകുപ്പിന്റെ അലംഭാവം ഈ വിഷയത്തിൽ വ്യക്തമാണ്. തുടർച്ചയായ രണ്ടാം ദിവസമാണ് അധികാരത്തർക്കം കോഴിക്കോട് DMO ഓഫീസിൽ നടക്കുന്നത്. ഇന്നലത്തേതിന് സമാനമായി ഇന്ന് രാവിലെ 9 മണിയോടെ രണ്ട് DMOമാരും നമ്മളിപ്പോൾ ഉള്ള കോഴിക്കോട് DMO ഓഫീസിലെത്തി. പക്ഷേ രണ്ടുപേരും മുഖാമുഖം നോക്കി നിൽക്കുന്നതാണ് നമ്മൾ രാവിലെ മുതൽ കണ്ട കാഴ്ച. ഈ സംഭവത്തിൽ ആരോഗ്യവകുപ്പിന്റെ ഉന്നത ഇടപെടലാണ് ഇനി ആവശ്യം. കാരണം ആ ആരോഗ്യവകുപ്പിൽ നിന്നും പുതിയ ഉത്തരവ് വരാതെ രണ്ടുപേരും പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് ഉള്ളത്. അല്പം മുമ്പ് രണ്ടുപേരോട് നമ്മൾ പ്രതികരണം ആരാഞ്ഞിരുന്നു. പക്ഷേ രണ്ടുപേരും പ്രതികരിക്കാൻ തയ്യാറായില്ല. ഡോക്ടർ രാജേന്ദ്രനുള്ളത് ട്രിബ്യൂണലിന്റെ സ്റ്റേ ഉത്തരവുമായാണ്. അതോടൊപ്പം തന്നെ പുതിയ DMOയായി ചുമതലയേൽക്കേണ്ട ഡോക്ടർ ആശാദേവി ഉള്ളത് സർക്കാരിന്റെ സ്ഥലംമാറ്റ ഉത്തരവുമായാണ്. അപ്പോൾ രണ്ടുപേരുടെയും ഭാഗത്ത് ന്യായമുണ്ടെന്ന് രണ്ടുപേരും പരസ്പരം പറയുന്നു. പക്ഷേ ആരോഗ്യ വകുപ്പ് ഈ വിഷയത്തിൽ കൃത്യമായ മറുപടി പറയുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ആരോഗ്യമന്ത്രിയെ പലതവണ നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിച്ചു, പക്ഷേ പ്രതികരിക്കുന്നില്ല. ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രതികരണവും നടക്കുന്നില്ല. അതേസമയം രണ്ടുപേരും പറയുന്നു ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ആരോഗ്യ വകുപ്പിൽ നിന്നും കൃത്യമായ പുതിയ ഉത്തരവിറങ്ങാതെ പിന്നോട്ടില്ല എന്ന് പറയുന്നു. അല്പം മുമ്പാണ് DMO ഓഫീസിന് മുന്നിൽ NGO അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നത്. ആ പ്രതിഷേധത്തിന്റെ കാരണം, അതായത് ഭരണസ്തംഭനം 2 ദിവസമായി ഈ ഓഫീസിൽ അധികാര വടംവലി നടക്കുകയാണ്. 2 ദിവസമായി ഭരണസ്തംഭനമാണ് കോഴിക്കോട് DMO ഓഫീസിൽ നടക്കുന്നത്. അതിൽ സർക്കാരിന്റെ ഇടപെടൽ വേണം. കാരണം കോഴിക്കോട് ഉൾപ്പെടെ മഞ്ഞപ്പിത്തം വലിയ രീതിയിൽ വ്യാപിക്കുന്നുണ്ട്. അത്തരത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തേണ്ട ആളുകളാണ് ഇത്തരത്തിൽ അധികാരത്തിന്റെ പേരിൽ പരസ്പരം ചരടുവലികൾ, പരസ്പരം തർക്കമായി മുന്നോട്ട് വരുന്നത്. അതിലെല്ലാം ഇടപെടൽ വേണമെന്നാണ് പറയുന്നത്. എന്താണെങ്കിലും ഇത് സംബന്ധിച്ച് ഇവിടെയുള്ള ജീവനക്കാർക്കും കടുത്ത അതൃപ്തിയുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം രണ്ടാം ദിവസമാണ് അവരുടെ മുന്നിൽ രണ്ടുപേർ തമ്മിൽ അധികാരത്തിന് വേണ്ടി ചരട് വലിക്കുന്നത്, തർക്കവുമായി മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് ഇത് സംബന്ധിച്ച് കൃത്യമായ പ്രതിഷേധമുണ്ട്. പക്ഷേ അവർ അത് പരസ്യമാക്കുന്നില്ല. അത് അവർ മനസ്സിലൊതുക്കിക്കൊണ്ട് അവർ ജോലി ചെയ്യുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. എന്താണെങ്കിലും ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പുതിയ ഉത്തരവ് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് കോഴിക്കോട് DMO ഓഫീസിലെ 2 DMOമാരും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിജയകുമാർ. രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്ട് നിന്ന്. രാഹുൽ തന്നെ സൂചിപ്പിക്കുകയായിരുന്നു, കോഴിക്കോട്ട് ജില്ലയിൽ പലയിടത്തും മഞ്ഞപ്പിത്തമടക്കം ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അത് പടരുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ അതിന് പരിഹാരം കാണേണ്ട, അവിടെ അത്തരം നടപടികൾ ഏകോപനം നടത്തേണ്ട ഓഫീസാണ് ജില്ലാ മെഡിക്കൽ ഓഫീസ്. അവിടെയാണ് 2 DMOമാർ പരസ്പരം മുഖാമുഖം നോക്കിയിരിക്കുന്നത്. ആരാണ് അവിടെ ചുമതലയുള്ള DMO എന്നതിൽ ആരോഗ്യ വകുപ്പോ അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥരോ വ്യക്തത വരുത്തുകയും ചെയ്യുന്നില്ല. ജനങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട്, മറ്റ് ജീവനക്കാർ ബുദ്ധിമുട്ടുന്നുണ്ട്. ആരോഗ്യമന്ത്രിയുമായി തുടർച്ചയായി വിഷയത്തിൽ ബന്ധപ്പെടാൻ നമ്മൾ ശ്രമിച്ചു. ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം ഉണ്ടാകുന്നില്ല. മന്ത്രിയുടെ ഓഫീസിൽ നിന്നെങ്കിലും ഒരു വിശദീകരണവും ലഭിക്കുന്നില്ല. വല്ലാത്തൊരവസ്ഥയാണ് അക്കാര്യത്തിൽ അവിടെ നടക്കുന്നതെന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും.